ഈ വിവാഹം നിയമപ്രകാരം സാധുവല്ലല്ലോ. അങ്ങനൊരു കല്യാണത്തിന് ഒരു സബ് കളക്ടർ വന്ന് കാവല് നിൽക്കുന്ന എന്തിനാ? ഇത് ഞാൻ പറഞ്ഞതൊന്നും അല്ല, അവിടെ മനുവിന്റെ അച്ഛനും അമ്മയൊക്കെ പറയുന്നതാ. മതി. നിയമങ്ങളെല്ലാം അനുസരിച്ച് കുറെ നാള് നമ്മൾ ജീവിച്ചല്ലോ. അന്ന് ദ്രോഹം അല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അമ്മയ്ക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നണ്ട. നിന്നോട് ആരാ മോളെ ഇപ്പൊ ദേഷ്യപ്പെട്ടത്? ഞാൻ നിത്യമ്മയുടെ മണവാളിനെ കണ്ടു, ഹരിയങ്കളിനെ. ഞാനും കല്യാണിയും കൂടിയാ ഹരിയങ്ങളിനെ ഒരുക്കിയത്. ഹരിയങ്ങളിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതെ, ആദിമോനും കല്യാണിയും ഒരുപാട് ആഗ്രഹിച്ച കല്യാണമല്ലേ. എല്ലാം രണ്ടുപേരും കൂടി അങ്ങ് നോക്കി നടത്തിക്കോണം. ഞാൻ ജ്യോതിയോട് എന്തോരം പറഞ്ഞിട്ടാണ് എന്നിങ്ങാട് കൂട്ടിക്കൊണ്ടുവന്നത്. നിത്യയുടെ കല്യാണം കാണാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് നല്ല വിഷമമായാണ്. അതെ, എല്ലാവരും തയ്യാറായൊന്ന് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അമ്പലത്തിലേക്ക് ഇറങ്ങാം. ഇപ്പൊ വരാം. ചടങ്ങ് കഴിഞ്ഞാലേ അമ്പലത്തിൽ നിന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു പോകും. അല്ല മോളെ, അതെന്താ? അത് കഴിഞ്ഞാ പിന്നെ എന്തിനാ നിക്കുന്നേ? നമുക്ക് ഇവിടെ വന്നിട്ട് തിരിച്ചു പോയാ മതി. കൊണ്ടുവരുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുള്ളതാ, പറയുന്ന എന്താണോ അതങ്ങ് അനുസരിച്ചാ മതി. മോനെ, ജ്യോതി പറയുന്നത് കേട്ടാ മതി. ഓക്കെ? ജ്യോതി, നീ എന്തോ ഒരു അകലം കാണിക്കുന്നുണ്ട്. പക്ഷേ നിത്യച്ചിയുടെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഒരു കാലത്തും ഉണ്ടാവില്ല. ഹലോ. ആ ഹരിയേട്ടാ, ബെസ്റ്റ് വിഷസ്. ഹരിയേട്ടൻ സന്തോഷത്തിലാണല്ലോ അല്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ എന്തു പറയാനാ? ആ, അമ്പലത്തിലല്ലേ? മുഹൂർത്താവാറായില്ലേ? ഹരിയേട്ടൻ നിയമപ്രകാരം ഇപ്പോഴും എന്റെ ഭർത്താവാ. ഭർത്താവിന് വിവാഹാശംസകൾ നേരാന്ന് പറയുന്നത് അപൂർവം പേർക്ക് കിട്ടുന്ന ഭാഗ്യം അല്ലേ? നിനക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതുണ്ടാക്കാനുള്ള എന്തെങ്കിലും പരിപാടി ഉണ്ടോ നിനക്ക്? അല്ല, അത് ഉദ്ദേശിച്ചാണോ നിന്റെ ഈ ചോദ്യം? തടസ്സോ? എന്ത് തടസ്സം? ഈ വിവാഹം തടസ്സപ്പെടുത്തണമെന്ന് എനിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ വെറുതെ ഒരു പരാതി എഴുതി ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ മതിയായിരുന്നല്ലോ. അവര് വന്ന് തടയില്ലായിരുന്നോ? എനിക്ക് അതിലൊന്നും താല്പര്യമില്ല. ഹരിയേട്ടനും നിത്യയും നിങ്ങളുടെ ആഗ്രഹം പോലെ ഒന്നിച്ചു ജീവിക്കാൻ. നിത്യയോടും എന്റെ ആശംസകൾ പറഞ്ഞേക്കണം. പറയാം. ആ പിന്നെ ഹരിയേട്ടാ, ചില വിട്ടുവീഴ്ചകൾ അങ്ങോട്ട് കാണിക്കുമ്പോ ചിലത് ഇങ്ങോട്ടും കാണിക്കണം. ഹരിയേട്ടനിപ്പോ കയ്യെത്തിപ്പിടിച്ചത് ഒരു ജീവിതം.
അങ്ങനെ ഒരു ജീവിതത്തിന് എനിക്കും അർഹതയുണ്ട്. ഞാൻ അങ്ങനെ ഒന്നിന് തയ്യാറെടുക്കുമ്പോ ഹരിയേട്ടൻ ഇതുപോലെ എന്നെയും വിഷ് ചെയ്യണം. ഇറങ്ങി വേണം. നിന്നോടാ പറഞ്ഞത് ഡോറ് തുറക്കണം. തുറക്കണം. തുറക്കമല്ലേ പറഞ്ഞത്? ഡോറ് തുറക്കണം. തുറക്കമല്ലേ പറഞ്ഞത്? എന്താ ആരാന്ന് തുറക്കണം. തുറക്കണം ഇങ്ങോട്ട്. എന്താ കാര്യം? തുറക്കമല്ലേ പറഞ്ഞത്? എന്താ ഇത്? ഇങ്ങോട്ട് പാടാം. നിങ്ങൾക്ക് വേണ്ട. നീ ഇതിനു വേണ്ടിയാണോടാ ജയിലിൽ ചാടിയത്? എന്താ കാര്യം? നിന്നെ ശരവണ, അയ്യോ കടവുളെ, നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നത്? സോറി, ഞാൻ വേറൊരാളാന്ന് വിചാരിച്ച്. നിങ്ങളിങ്ങനെ മുഖം മൂടിയൊക്കെ വെച്ചപ്പോ ഞാനൊരു ഡയാലിസിസ് പേഷ്യന്റാ, അതുകൊണ്ട് എങ്ങനെയൊക്കെ കെട്ടിയിരിക്കുന്നത്? സോറി, അയ്യോ സാർ, ഞാൻ വേറൊരു ടെൻഷനില്ല, അതുകൊണ്ട് പറ്റിപ്പോയതാ. സാർ കാലി പിടിക്കുക സാർ. ശരവണ, എന്താ ഇത്?